വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പഴയ അക്വേറിയം ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. നിങ്ങൾ കാണുമ്പോൾ ഇതൊരു 5 മിനിറ്റ് വീഡിയോ ആണ്. പക്ഷെ ഇതിന് പിറകിൽ കുറേ നേരത്തെ അധ്വാനമുണ്ട്. കുറേ സമയത്തെ പണിയായിട്ടാണ് ഇത് അവസാനത്തെ ആ ഒരു രൂപത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ അതിൽ മീനുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വെള്ളം ഇത്തിരി മോശമായിട്ടാണുള്ളത്. അപ്പോൾ ലാലൂട്ടൻ ആദ്യം തന്നെ അതിലുള്ള കരിങ്കല്ലുകളൊക്കെ എടുത്ത് മാറ്റി അതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി വിടുകയാണ്. അതിനുശേഷമാണ് അതിൽ വെള്ളം നിറക്കുന്നതും ബാക്കി പരിപാടികൾ ചെയ്യുന്നതും. ലാലൂട്ടനാണ് ഈ ഫിഷ് അക്വേറിയം അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ കൂടുതൽ താല്പര്യമുള്ളത്. എനിക്കിത്തരം പരിപാടികളോട് അത്ര അങ്ങോട്ട് താല്പര്യമില്ല, എനിക്കത്ര അറിഞ്ഞുകൂടാ. അപ്പോൾ മോളും ഇപ്പോൾ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളിലൊക്കെ. അച്ഛനും മോളും കൂടെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി ഗ്ലാസ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലുള്ള കല്ലുകളും ലാലൂട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തെർമോക്കോള് അതിനനുസരിച്ചിട്ട് മുറിച്ച് അതിലേക്കാണ് ഈ കരിങ്കല്ലുകൾ വെച്ച് കൊടുക്കുന്നത്. ഇതിനു വേണ്ട സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ലെങ്കിലും ഇതിനു വേണ്ട എല്ലാ നേതൃത്വവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിടേണ്ട മണ്ണൊക്കെ ലാലൂട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. മണ്ണൊക്കെ ഇട്ട് സെറ്റായതിനു ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളവും കുറച്ച് കുറച്ചായിട്ടാണ് ആദ്യം ഒഴിച്ചത്, പിന്നെയാണ് ഹോസ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചത്. ആദ്യം തന്നെ ഹോസ് വെച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണ് മേലോട്ടേക്ക് തെറിക്കും. കിണറിലെ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ബ്ലീച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള മീൻ ചത്തുപോകും. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അക്വേറിയൊക്കെ സെറ്റായി. അപ്പോൾ അതിലേക്ക് ഇടേണ്ട മീനുകളും ചെടികളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. വടകരയുള്ള പെറ്റ് ഷോപ്പിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. സാൻവിയും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാം നടന്ന് കാണുന്നതാണ്. ലാലൂട്ടൻ അതിലേക്ക് വേണ്ട മീനുകളും ചെടികളും ഒക്കെ വാങ്ങിച്ച് സാൻവിക്ക് അവിടെ നിന്ന് ഭയങ്കര സന്തോഷം. എല്ലാത്തിനെയും കണ്ടപ്പോൾ എന്താ എടുക്കണ്ടേ ഏതാ വാങ്ങിക്കണ്ടേന്ന് സാൻവിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടുന്ന് കുറച്ച് മീനുകളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് പോന്ന്. നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന കവറ് ആദ്യം ആ വെള്ളത്തിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ലാലൂട്ടൻ അതിന്റെ റബ്ബർ ബാൻഡ് പൊട്ടിച്ചളഞ്ഞത്. അതിന്റെ ടെക്നിക്കൽ വശമൊന്നും എനിക്കത്ര അറിഞ്ഞുകൂടാ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ അക്വേറിയം എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു പോസിറ്റീവ് എനർജി വീട്ടിൽ വന്നതുപോലെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിലുള്ള
ഈ ചെടികളൊക്കെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അക്വേറിയം വീഡിയോ. ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നല്ല വീഡിയോസുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.